ശ്രദ്ധിക്കും രണ്ടാളും. ഫോട്ടോ എടുക്കുന്നവരാരും മറ്റേ ഫേസ്ബുക്കിലും മറ്റേലും മറിച്ചിടൊന്നും എഴുതുന്നത് പറഞ്ഞിട്ടുണ്ട്. ആലിയയെ നിക്കാഹ് കഴിച്ചതല്ല, താങ്കളെ ഞാൻ ഹാക്കിമാണ്. ഞങ്ങളുടെ നിക്കാഹിന്റെ അധികാരം താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനത് സ്വീകരിച്ചു. അപ്പം ഇവിടെ ആലിയായ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള ആ ഒരു സന്ദർഭമാണ്. ആലിയ സ്വയം ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആരുടെ പ്രേരണയോ മറ്റ് സമ്മർദ്ദങ്ങളോ ഒന്നും കൂടാതെ തന്നെ ആ കുട്ടി സ്വയം തീരുമാനമെടുത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ആലിയ എന്ന് പറയുന്ന ഈ കുട്ടി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം തന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വന്നത് ആണ് എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ആ കുട്ടിക്ക് ഉണ്ടാകേണ്ടതില്ല. കാരണം പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധിച്ച് ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആലിയ ചിലപ്പോൾ വിചാരിച്ചു പോകും, എനിക്ക് ഞാൻ മുസ്ലിമായി പോലും എന്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളെയോ സന്ദർശിക്കാനോ ശുശ്രൂഷിക്കാനോ ഒക്കെ പറ്റുമോ എന്ന് ചിലപ്പോൾ ഒരു തോന്നൽ സ്വാഭാവികമായി ഉണ്ടാകും. ഒരിക്കലും ആ ഒരു തോന്നൽ ഉണ്ടാകേണ്ടതില്ല.
അവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കാനും അവരെ പരിചരിക്കാനും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ ആദ്യ ബാധ്യസ്ഥയാണ്. പിന്നീട് കാലക്രമേണ അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുത്താൽ അവരും ചിലപ്പോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും.